നമസ്കാരം. രാഷ്ട്രീയത്തിലൊരു പദപ്രയോഗമുണ്ട്, രാഷ്ട്രീയ വനവാസത്തിലാവുക എന്നുള്ളത്. രാഷ്ട്രീയ വനവാസത്തിലാവുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതൃരംഗത്ത് നിന്ന് അപ്രസക്തനായി മാറുന്നതിനാണ് രാഷ്ട്രീയ വനവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് വളരെ കത്തി നിന്ന അല്ലെങ്കിൽ വളരെ പ്രമുഖരായിരുന്ന ഒരുപാട് നേതാക്കന്മാർ പിന്നീട് ഒന്നുമല്ലാതായി തീർന്ന കാര്യം നമുക്കറിയാം. ഇതിനെ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളൊക്കെ തന്നെ വിശേഷിപ്പിക്കാറ് അതേപോലെ രാഷ്ട്രീയ വനവാസത്തിലാണ് എന്നാണ്. ചിലരായിട്ട് രാഷ്ട്രീയം വിട്ടുപോകുന്നവരുമുണ്ട്, സ്വമേധയാ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞ് മറ്റ് മേഖലകളിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. ഇവരെല്ലാവരും നമ്മൾ രാഷ്ട്രീയ വനവാസം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഈ രാഷ്ട്രീയ വനവാസം എന്നുള്ള ഈ വാക്കിന് ഇപ്പോൾ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് ഈ വാക്കിന് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ കൈവരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ പലരും ഇപ്പോൾ വനവാസത്തിലാണ്. രാഷ്ട്രീയ വനവാസത്തിലല്ല, അവർ പലരും വനമേഖലകളിൽ ട്രക്കിങ്ങും മറ്റും നടത്തി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങൾ അനുഭവിച്ച ക്ഷീണവും ചൂടുമെല്ലാം ഒന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ആദ്യമായി ഇത്തരത്തിൽ വനവാസത്തിന് ഇറങ്ങി പുറപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പ്രഖ്യാപനം നടത്തിയിരുന്നു, UDFന് 100 സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസം നടത്തും എന്നായിരുന്നു ആ പ്രഖ്യാപനം എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇത് അത്തരത്തിലുള്ള വനവാസമായിരുന്നില്ല. അദ്ദേഹം വാഗമണിലുള്ള വനവാസം എന്ന് പേരിട്ടിട്ടുള്ള ഒരു റിസോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പോയതായിരുന്നു. പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അടുത്ത ബന്ധുവിൻ്റേതാണ് ഈ റിസോർട്ട്. കൂടാതെ അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളോടൊപ്പം ട്രക്കിംഗ് നടത്താനുമൊക്കെ തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെട്ടു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു രാഷ്ട്രീയ വനവാസം തന്നെയാണ് VD സതീശൻ അവിടെ നടത്തിയിരുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു പ്രമുഖ നേതാവ് കൂടി വനവാസത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അത് മുൻ മന്ത്രിയും RSP നേതാവുമൊക്കെയായ ഷിബു ബേബി ജോണാണ്. അദ്ദേഹം ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിലാണ് സുഹൃത്തുക്കളുമൊത്ത് ട്രക്കിങ്ങിനായി ഇറങ്ങിയിരിക്കുന്നത്. പണ്ട് മുതലേ തനിക്ക് ഇത്തരത്തിൽ ഈ വനവാസം നടത്തുന്ന അല്ലെങ്കിൽ കാട്ടിൽ ട്രക്കിംഗ് നടത്തുന്നതിലൊക്കെ തന്നെ വലിയ താല്പര്യമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തൻ്റെ വനയാത്രയിലെ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്ന കൂട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തേക്കടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് മറ്റൊരു റൂട്ട് വഴി യാത്ര ചെയ്തപ്പോൾ വഴി തെറ്റിപ്പോയ കാര്യമൊക്കെ അദ്ദേഹം വളരെ രസകരമായി തന്നെ വിവരിക്കുന്നുണ്ട്. ഇത്തവണ അദ്ദേഹം സഹപാഠികളുമൊത്താണ് വണ്ടിപ്പെരിയാറിലേക്ക് പോയത്. അവിടെ ഒരു എസ്റ്റേറ്റിനടുത്തുള്ള ഒരു വനമേഖലയിലാണ് അദ്ദേഹവും ട്രക്കിംഗ് നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം, അസഹ്യമായ ചൂടായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉടനീളം ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാവരും തന്നെ ഈ വെയിലും ചൂടുമൊക്കെ ഏറ്റവും അല്ലാതെ ക്ഷീണിതരും അസ്വസ്ഥരുമായി കാണും. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി കാണുമായിരിക്കും. ഇതിൽ നിന്നെല്ലാമുള്ള ഒരു മാനസികവും ശാരീരികവുമായ ഒരു മോചനം തന്നെയാണ് ഈ ട്രക്കിങ്ങിലൂടെ പലരും ലക്ഷ്യമിടുന്നത്. ഇനി കേരളത്തിലെ ഏക നേതാക്കന്മാരാണ് കൂടുതൽ ഇനി ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഹരിത MLA മാർ എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടായിരുന്നു. ശ്രേയംസ് കുമാറും VT ബൽറാമും അതുപോലെ VD സതീശനൊക്കെ ഉൾപ്പെടുന്ന അന്ന് യുവാക്കളായിരുന്ന ഒരു സംഘം MLA മാർ, അവർ ഹരിത MLA മാരാണെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ കേരളത്തിലെ വനമേഖലകളിലൊക്കെ തന്നെ ട്രക്കിംഗ് ഒരുമിച്ച് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരുമിച്ച് നടത്തുന്നതായിരുന്നു അന്ന് അവരുടെ ഒരു രീതി. പക്ഷേ ഇപ്പോൾ ആ ഒരു ഹരിത MLA മാരുടെ സംഘം ഉണ്ടോയെന്നറിയില്ല. ഇവരിൽ പലരും ഇന്ന് MLA മാരുമല്ല. എങ്കിൽ പോലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും തന്നെ കാട് കയറുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ പലരും കാട് കയറി പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താറുണ്ടെങ്കിൽ പോലും ശരിക്കും കാട്ടിനുള്ളിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. നാട്ടിലെ ഈ തിരക്കിൽ നിന്നും ഈ കടുത്ത കാലാവസ്ഥയിൽ നിന്നൊക്കെ തന്നെ രക്ഷ തേടി കാട്ടിനുള്ളിൽ കഴിയാൻ കൂടുതൽ നേതാക്കൾ ഒരുപക്ഷെ ഇതെല്ലാം കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഷിബു ബേബി ജോൺ അടിസ്ഥാനപരമായി അതൊരു വ്യവസായി കൂടിയായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ധാരാളം വിദേശയാത്രകൾ നടത്തുമ്പോഴൊക്കെ തന്നെ താൻ വനമേഖലകളാണ് താല്പര്യപ്പെട്ടിരുന്നത് കാണാനെന്നും ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ തന്നെ താൻ ഇത്തരത്തിൽ ട്രക്കിംഗ് നടത്തിയിട്ടുണ്ട് എന്നുമാണ് ഷിബു ബേബി ജോൺ വെളിപ്പെടുത്തുന്നത്. ഏതായാലും നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കാടുകൾ ഉള്ള സ്ഥിതിക്ക് നമ്മുടെ നേതാക്കന്മാർക്കെല്ലാം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവിടേക്ക് പോകാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ഒരുപക്ഷെ കുറേ നേതാക്കന്മാർക്കെങ്കിലും രാഷ്ട്രീയ വനവാസവും വിധിക്കപ്പെടും എന്ന് തന്നെയായിരിക്കാം അവരുടെ എതിരാളികളും കരുതുന്നത്.